പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഈ പ്രോഗ്രാമിന്റെ ശ്രോതം വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി പാസ്റ്റർ സാബു പീസി അവരെ ക്ഷണിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ക്രിസ്തീശ്വരനാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഞാനിവിടെ സ്വാഗതം എന്ന് അറിയിക്കാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ചില നാളുകളായി നെയ്സന്തിൽ പ്രാർത്ഥിക്കുകയും അതിന് പ്രകാരം ഈ ഒരു സന്തോഷ വേളയിലേക്ക് നമുക്ക് കടന്നെത്തുവാനിടയായി ബ്രദർ ബോബിയുടെ വിവാഹത്തിന് വേണ്ടി അവരുടെ കുടുംബവും സഭയായി പ്രാർത്ഥനയിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങളെ കർത്താവ് ചെയ്യുവാനിടയായി ഇത്രത്തോളം നടത്തിയ എല്ലാ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ഇതുവരെ ഇടവരുത്തനായി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രകാരം ഇവിടെ കടന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഈ മാരേജിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന വിദേശ ചർച്ച് ഭാഷയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ കെ ജോൺസൺ അവരുടെ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വിവാഹ ശുശ്രൂഷ നടത്തുവാനായി കടന്നു വന്നിരിക്കുന്ന അവരുകൾ നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ സന്നിധനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്രകാരം തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവിക വിലയേറിയ ദൈവദാസന്മാരെയും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇരു ഫാമിലികളുടെയും ബോബിയുടെയും ബ്ലെസ്സിയുടെയും കുടുംബത്തിലുള്ളവർ ക്ഷണിക്കപ്പെട്ടവരായി റിലേറ്റീവ്സായി ഫ്രണ്ട്സായി ഒക്കെ കടന്നു വന്ന എല്ലാവരെയും ഞാൻ പ്രത്യേക ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ വാശി ചർച്ച് പ്രത്യേക വാശി പ്രദേശ ചർച്ചിലുള്ള വിശ്വാസികൾ ഇതിനുവേണ്ടി വളരെയേറെ പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൽ കൊടുക്കുകയും ചെയ്തു. സഭയായി ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുന്നു. ഈ ശുശ്രൂഷ അധികം ഭംഗിമായി ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിവാക്കിൽ നിർമ്മിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അത്ഭുതനാമം വാഴ്ത്തുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം വിവാഹ ജീവിതത്തിൽ പ്രവേശിപ്പാൻ നിയുക്തരായി വന്നിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഇരുഭാഗം വന്ന മാതാപിതാക്കൾ, ദൈവദാസന്മാർ, പുണ്യവിശ്വാസികൾ എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സ്നേഹം അറിയിക്കുന്നു. പ്രിയ ബോബിയെ കുറിച്ച് പറയുവാൻ വാശിദേവ സഭയിൽ അനേക വർഷങ്ങളായി തന്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ദൈവത്തിൽ കടന്നു വരുവാനും രക്ഷകനായ യേശുവിന്റെ പരിപാടി തന്നെ അനുഭവിച്ചറിയുവാനും കർത്താവിന്റെ കൽപ്പനയാകുന്ന ശാഖ സ്വീകരിച്ച് മാതൃകയോടെ സഭയിലും ദേശത്തും കുടുംബത്തും നിലകൊള്ളുവാനും മാത്രമല്ല സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി സൺഡേ സ്കൂൾ പഠന മേഖലകളിൽ അത് മാത്രമല്ല ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കടന്നുപോയി പഠിച്ച് വിജയപ്രായമാനും ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ഇടയായ ഒരു പ്രിയ സഹോദരൻ പ്രിയ ബോബി തോമസ്. ഇന്ന് പകൽക്കാലം ആ സ്ഥലം സഭാവാസത്തിൽ വളരെ സന്തോഷപ്പെട്ടവരാണ്. കാരണം ഒന്ന്, ആ പ്രിയപ്പെട്ട ബോബി കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടവരും കർത്താവിന്റെ മാർഗങ്ങൾ വന്ന് പഠിച്ചറിയിക്കും ഞാൻ അറിയും. അത് മാത്രമല്ല തനിക്ക് വേണ്ടി ദൈവത്താൽ സ്വന്തം ചേർക്കപ്പെടുവാൻ വന്നിരിക്കുന്ന അനേക വർഷങ്ങൾ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന കർത്താവിന്റെ വേല ചെയ്ത ഒരു ദൈവദാസന്റെ മക്കളാണ്. മാത്രമല്ല രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവത്തിന്റെ മാത്രം ജീവിക്കാനും ഇടയാകുന്നതാണ് ഞങ്ങൾ സന്തോഷമുണ്ട്. ശ്രോത്രം ആകെക്കാലം ഈ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമാണ്, അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ശ്രോത്രം ഈ ശുശ്രൂഷ നടത്തിക്കൊടുക്കുവാൻ വന്നിരിക്കുന്ന പ്രിയ പാസ്റ്റർ ഫിലിപ്പോസ് സ്തുതിക്കുന്നു. വെസ്റ്റേൺ ഡിസ്ട്രിക്ട് കോമേഴ്സ് മഹാരാഷ്ട്രയുടെ മുൻ സൂപ്രണ്ട് ഞങ്ങളെല്ലാവരുടെയും ശ്രോത്രം മാതൃകയാക്കുവാൻ പറ്റിയ ഒരു വിശ്വാസവീരനും പ്രാർത്ഥനാവീരനുമായ നമുക്കായിരിക്കും നമ്മുടെ അഭിമാനികളായിരുന്നു. ഞങ്ങൾ പലപ്പോഴും നിർദ്ദേശങ്ങൾ തരികയും പ്രാർത്ഥനാ സഹായങ്ങൾ കഥാസമയങ്ങൾക്ക് തരുന്ന ദൈവത്തിനാണ് ശുശ്രൂഷ അനുഗ്രഹം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായി ഇഷ്ടം. അതുപോലെ തന്നെ ഇഷ്ടം ഛത്തീസ്ഗഡ്
സമർപ്പണ ചോദിക്കുന്നു. ശ്ലോകം അനേക വർഷങ്ങൾ ദീർഘവർഷങ്ങൾ കർത്താവിനായിട്ടുള്ള ദൈവത്തിനാണ്. കഴിഞ്ഞ ദിവസം സമീപ സംസ്ഥാനം കഴിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മഹാരാഷ്ട്ര വീടുകളിൽ വന്ന് പാർത്ത് ജോലികളൊക്കെ ആയിരിക്കുവാൻ കർത്താവിനെ ഇവിടെ ആരാധന ഭാഗ്യം ലഭിച്ചു. ശ്ലോകം ഇപ്പോൾ കർത്താവ് അയച്ചു കഴിയുന്ന ഛത്തീസ്ഗഡിൽ IPC അവരുടെ പ്രവർത്തന ബന്ധത്തിൽ ഛത്തീസ്ഗഡിലായിരിക്കുന്നു ശ്ലോകം. ഇത് അനുഗ്രഹിക്കുവാനാണ് ശ്ലോകം. അങ്ങനെ എനിക്ക് എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അതേ ഈ അനുഗ്രഹമായിട്ടുള്ള ദൈവവചനമാണ് ആധാരമായിരിക്കുന്ന ദൈവവചനം നമ്മോട് അറിയിക്കുവാൻ വന്നിരിക്കുന്നു. നമ്മൾക്ക് ദൈവത്തിന്റെ മറ്റമില്ലാത്ത സത്യം വിളവെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തരായിരിക്കാം. അല്പസമയം വേണ്ടിയായി ഞാൻ ആദ്യം ക്ഷണിച്ചു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ദൈവസന്നിധിയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നാം ഇവിടെ ആയിരിക്കുന്നതിന് ഉപരി കർത്താവദാസൻ പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഒന്നുകൂടി വിസ്തരിച്ച് പറയേണ്ടതായിട്ടില്ല. ചിലപ്പോൾ ഇത്തിരി സമയം കൂടിപ്പോയാൽ ആളുകൾ പറയുന്നു ഒരു നിമിഷം ശുശ്രൂഷ കല്യാണം ശുശ്രൂഷ എന്താ കാര്യം ചോദിച്ചാൽ ഒരു ഹാർട്ടിന് ഒരു വായു മാറ്റണമെങ്കിൽ ആശുപത്രി ഡോക്ടർമാരെ 8 മണിക്ക് കേട്ടിട്ട് വൈകി 4 മണിക്കാറുണ്ട്. എന്താ കാര്യമാണ് നമ്മൾ ഒരു വായു മാറ്റാനായിട്ട് ഇവിടെ 2 ഹൃദയങ്ങളെ ഒന്നിൽ നിന്ന് വെട്ടിയെടുത്ത് മറ്റൊന്നിലേക്ക് ചേർത്ത് മറ്റൊന്ന് വെട്ടിയെടുത്ത് ഇങ്ങോട്ട് ചേർത്ത് ഒറ്റ ഹൃദയമാകുമോ? ഈ ഓപ്പറേഷൻ കഴിയുന്നത് ഇവർക്ക് ഐസിന്റെ ഭാഗത്ത് നിന്നോണം. ഇവരെ ഈ 2 ഹൃദയം കൂടി ഓപ്പറേറ്റ് ചെയ്ത് ഒരു ഹൃദയമാക്കി ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് വരെ അച്ഛനെയാണ്ടിരിക്കണം. ജീവിതമെന്ന് പറയുന്നത്, ലോകമെന്ന് പറയുന്നത് ഒരു ശിശു, ഒരു കുഞ്ഞ്, അത് പുരുഷനായി, അത് ലോകമല്ല. അവനൊരു കുടുംബമായി ലോകമല്ല. അവനൊരു സമൂഹമായി ലോകമല്ല. അവനൊരു ദേശമായി മാറും, വളരും, ലോകമല്ല. അങ്ങനെ പലരും കൊണ്ട് നിറയുന്നതാണ് ഒരു ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നിലനിൽപ്പ് ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കുടുംബമാണ് ഇവരെ കെട്ടിപ്പടുക്കാൻ പോകുന്നത്. അതിന് സമയമെടുക്കും. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ദൈവജനങ്ങൾ അംഗീകരിക്കണം. എല്ലാ ഘടകങ്ങളും സ്വന്തമായിട്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അനേക പ്രാവശ്യം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തിമിംഗലങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും മനോഹര ജന്തുക്കളെയും എല്ലാം സൃഷ്ടിച്ചിട്ട് എല്ലാം നല്ലതെന്ന് പറഞ്ഞു. എന്നാൽ ഒരു വോട്ട് വന്നപ്പോൾ നല്ലതല്ല എന്ന് പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഞാൻ അതിന് തക്കതായ ഒരു ഇണയെ ഉണ്ടാക്കി കൊടുക്കുമെന്നല്ല, ഒരു തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇണയെല്ലാവരും ഉണ്ട്, എവിടെ കിട്ടും, പക്ഷെ തുണ പ്രശ്നമായിട്ട് അതുകൊണ്ട് ഞാൻ പ്രോപ്പർ ഹെൽപ്പ് കൊടുക്കുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്തു. അങ്ങനെ ആദാമിന്റെ അസ്ഥിയിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹിതരുടെ കിടക്കാം നിർമ്മലവുമായിരിക്കും. എന്നാൽ അതിന് വിപരീതമായി കുറെ ഉപദേശങ്ങൾ ലോകത്തിലുണ്ട്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ ഭാവി കാലത്തിൽ ചിലർ വ്യാജാത്മാക്കളെയും ഭൂതന്റെ ഉദ്ദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ധരിക്കുകയും ആത്മാവ് തെളിവായി പറയുന്നു എന്ന് ആത്മാവ് തെളിവായി
വിവാഹം വേണ്ട, വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ വിവാഹം പാടെ മാറ്റണമെന്നാണ്. തിരിച്ച ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ വൈവാഹിക ജീവിതം വളരെ അത്യാവശ്യമാണ്. എങ്കിലേ പറ്റത്തുള്ളൂ. കാരണം മനുഷ്യനാരാ? മണ്ണ. ആ മണ്ണിനുണ്ടാക്കിയ മനുഷ്യന്റെ ബലഹീനതകളെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം കണ്ടെടുത്ത ഒന്നാമത്തെ പദ്ധതിയാണ് വൈവാഹിക ജീവിതവും തുടർന്ന് കുടുംബ ജീവിതവും. ദൈവനാമത്തിന് മഹത്വം. എന്തിനാണ് വിവാഹം കഴിപ്പിക്കുന്നത്? അതിന്റെ ആവശ്യകതയുണ്ട്. എങ്ങനെ പോയ പോലെ എവിടെ വെച്ചുണ്ട്, എങ്ങനെയുണ്ട്? നാം ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അധീനത. ഇവിടെ എങ്ങനെയായിരിക്കണം, എവിടെയായിരിക്കണം എന്നുള്ള ദൈവത്തിന് നിശ്ചയം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യരെ പറയാണ്, ആകയാൽ സ്വർഗത്തിൽ പേര് വരുവാൻ കാരണമായ കുടുംബങ്ങൾക്ക് പേര് വരുവാൻ കാരണമായ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകൂട്ടി. കുടുംബങ്ങളുടെ പേര് വരുവാൻ കാരണം പിതാവായ ദൈവം. പിതാവായ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടതാണ് കുടുംബജീവിതം. അത് ആവശ്യം തന്നെ. സംസ്കാര ലോകത്തിന്റെ കെട്ടുപടുപ്പ്, സംസ്കാര ലോകത്തിന്റെ നിലനിൽപ്പിൽ സഭ്യതയുടെ ആരംഭകാലം മുതൽ ഇന്ന് വരെയും നല്ല വൈവാഹിക ജീവിതം നയിച്ചവരാണ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. അവർ തന്നെയാണ് ശ്രേഷ്ഠന്മാരായിരിക്കുന്നത്. ചരിത്രം മനസ്സിലാക്കും. ഭഗവത്ഗീതയില് വിവാഹത്തെക്കുറിച്ച് പല സൂക്തങ്ങളും, വിശുദ്ധ ബൈബിള് അങ്ങനെയുള്ള സൂക്തങ്ങളൊന്നുമില്ല. ഭഗവത്ഗീതയില് വിവാഹ ജീവിതത്തിലുള്ള 4 സൂക്തങ്ങളും കാണാൻ കഴിയും ഭഗവത്ഗീതയിൽ. അതിനെ ചില ബന്ധങ്ങളായിട്ട് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ബന്ധമാണ് വൈചിത്ര ബന്ധം. കേൾക്കുന്നൊക്കെ വിചിത്രമായിട്ട് പോകും. വൈചിത്ര ബന്ധം ഇതെന്താന്ന് ചോദിച്ചാൽ, അവർ തമ്മിൽ ഒരിക്കലും ഒത്തുപോകത്തില്ല. രണ്ടുപേരും ഒത്തുപോകത്തില്ല. എന്തായാലും കാരണം നല്ല വൈചിത്രം. ബൈബിൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പക്ഷെ ഈ വൈചിത്ര ബന്ധത്തിന്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ ആളുകളെ കാണാനായിട്ട് വൈചിത്ര ബന്ധം ഗുണമെന്നറിയാവോ? ഒരാൾ മുന്നോട്ടെങ്കിൽ ഒരാൾ പുറകോട്ട്. ഒരാൾക്ക് രാത്രിയിൽ വരണം, മറ്റൊരാൾക്ക് പകലെ വരണം. ഒരാൾക്ക് കോഴിയിറച്ചി വേണം, ഒരാൾക്ക് ആട്ടിറച്ചി വേണം. ഒരാൾക്ക് ഹോട്ടലിൽ നിന്നണം, ഒരാൾക്ക് വീട്ടിൽ നിന്നണം. എനിക്ക് പരിചയമുള്ളൊരു കുടുംബം ബോംബെ ആരാധിച്ചിട്ട് അവർ വീട്ടിലേക്ക് പോകുന്ന വഴി ഭാര്യ പറഞ്ഞു, അച്ഛൻ നമ്മൾ ഹോട്ടലിൽ നിന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, കുഞ്ഞെ എൻ്റെ പൈസ ഇല്ല, ഉള്ള പൈസ നമ്മൾ വീട്ടിൽ പോയി ആഹാരം ഉണ്ടാക്കി കഴിക്കാം. വഴി വെച്ച പിണങ്ങി വീട്ടിൽ ചെന്നു. പ്രിയപ്പെട്ടവൻ ഉച്ചക്കത്തെ ആഹാരത്തിന് വേണ്ടി അടുത്ത കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്കോ പുള്ളിക്കാരി ഉണ്ട് റൂമിനകത്ത് പഴക്കോല കെട്ടിക്കൊടുക്കുന്ന പോലെ കെട്ടിട്ടുണ്ട്. വൈചിത്ര ബന്ധം. എന്താ കാര്യം? വീട്ടിൽ നിന്നുണ്ടാകുന്ന ഹോട്ടലിൽ നിന്നാണ് പുള്ളി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഹോട്ടലിൽ വീടും. ഒരു പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, രക്ഷയ്ക്കായി ഓടുകയില്ലെന്ന് പറഞ്ഞു. ഒരുത്തൻ മുമ്പോട്ട് ഓടും. ലോകത്തിന്റെ ഭാര്യയോ, ലോകത്തിന്റെ ഭാര്യ പുറകോട്ട്. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു? ഇത് അറേഞ്ച്ഡ് മാരേജ് ആണോ? ആ സാധ്യതയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും പറ്റത്തില്ലായിരുന്നു. മുമ്പോട്ട് ഓടിയവരും അധോഗതിയിലും പിന്നോട്ട് ഓടിയവരും ഉപ്പുതൂടുമായിട്ട് നോക്കും. ആ കുടുംബജീവിതമേ, അപ്പൊ പിള്ളേരും ശരിയല്ലായിരുന്നു. കുടുംബജീവിതമേ ശരിയായി. ഇത് അറേഞ്ച്ഡ് മാരേജ് ഒന്നുമല്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടുകൊണ്ടാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലല്ലോ. പിന്നെ ഗാർഡനിൽ വെച്ച് കണ്ടതാണ്. അറിയാനൊക്കത്തില്ല. എനിവേ സൂട്ടബിൾ അല്ലായിരുന്നു. ആ കുടുംബം അതുപോലെ അങ്ങ് ആണ്. ബൈബിളിലില്ലേ ഈ വൈചിത്ര ബന്ധത്തിന്റെ ഒന്നാമത്തെ ഉദാഹരണം? ബൈബിളില്ലേ? രണ്ടാമത്തേതാണ് വൈകാരിക ബന്ധം. വൈകാരിക ബന്ധത്തിന്റെ ഉപഭോക്താക്കളായ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന് ഗുണമുണ്ട്. ഏത് അടിയിലും കൂട്ടും ഇത് രണ്ടുപേരും പോകും. അച്ചാൻ പറയുന്നത് തന്നെ അമ്മാമ, അമ്മാമ പറയുന്നത് അച്ചാൻ.
അല്ലെങ്കിൽ കോഴിയെ പിടിച്ച് അറക്കണം, ഞാൻ പിടിച്ചു തരാമെങ്കിൽ നീ അറക്കാം. ഉദാഹരണം കേട്ടോ, ആഹാബും ഒരു ഗുണം ചെയ്ത രണ്ടുപേരും ഭയങ്കര ദോഷം. നാഹോറിനെ മുന്നിട്ടോളം സ്വന്തമാക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചത് ഭർത്താവും മുൻകൈ എടുത്തത് ഭാര്യ. പരിണിത ഫലം ഉണ്ടാവും. നിങ്ങൾ